ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആമിക്കുട്ടിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. നമ്മുടെ ആമിക്കുട്ടിനെ കാണാനായിട്ട് വന്നേക്കാണ്. കുറെ ദിവസമായി നമ്മുടെ ആമിക്കുട്ടിനെ കണ്ടിട്ട് ഉണ്ടാവും. ആമിക്കുട്ടിക്ക് പനിയും ചുമക്കാണ് അല്ലെ ആമിക്കുട്ടിയെ? ആമിക്കുട്ടി ഞങ്ങൾ മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറെ മിഠായികളൊക്കെ ആയിട്ടാണ് ആമിക്കുട്ടീനെ കാണാൻ വന്നേനെ കണ്ടോ. പിന്നെ ആനിഷൂട്ടിനുണ്ട്, സുട്ടാപ്പി ഉണ്ട് കേട്ടോ. നമ്മുടെ ആമിക്കുട്ടി സുട്ടാപ്പി കണ്ടാ ആദ്യം സുട്ടപ്പൻ. ഞങ്ങൾ സുട്ടപ്പനുണ്ട് കേട്ടാ. മിഠായി ഒക്കെ ആയിട്ട് ആമിക്കുട്ടീനെ കാണാൻ വന്നേണ് അല്ലെ ആമിക്കുട്ടിയെ? ചേർന്ന് കൊടുത്തോളാം കേട്ടാ. ആമിക്കുട്ടിയുടെ വീട്ടിലെത്തി. ആമിക്കുട്ടിയുടെ മാമനുണ്ട്, അച്ചാച്ചനുണ്ട്, അമ്മാമിണ്ട്, ആമിക്കുട്ടിയുടെ അമ്മച്ചിണ്ട്. ആമിക്കുട്ടിയുടെ അച്ഛൻ ജോലിക്ക് പോയി കേട്ടോ. ആമിക്കുട്ടിയുടെ ഒരേ കൈക്കോപ്പുകള്. ഇവിടെ ആമിക്കുട്ടിനെ ആരും മറക്കരുത് കേട്ടാ. സുട്ടപ്പരിയും കേട്ടാ. നല്ല നല്ല കാറുകളൊക്കെ, നല്ല വണ്ടികള്. ഇത് ആമിക്കുട്ടിയുടെ അച്ഛനാണ് കേട്ടാ. മാമനാണോ? അലങ്കരിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആമിക്കുട്ടിയുടെ വീട് നല്ല കൊട്ടാരം പോലുള്ളൊരു വീടാണ്, വലിയ വീടാണ്. ഇവിടെ ഉണ്ട് അലങ്കരിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമിക്കുട്ടി കുഞ്ഞിക്കുട്ടി ഒന്നും വേണ്ട, വലിയ വീട്ടില് ഒരു വലിയൊരു കൊച്ചു തമ്പുരാട്ടിയാണ്. ആമിക്കുട്ടിയും സുട്ടപ്പനും ഉണ്ടോ? ആമിക്കുട്ടിയുടെ റൂം. നമ്മുടെ ആമിക്കുട്ടി ഇവിടെ കിടക്കും അല്ല ആമിക്കുട്ടി? സുന്ദരി കുട്ടിയാണ് ആമിക്കുട്ടി. ഞങ്ങൾ കല്യാണമൊക്കെ ക്ഷണിച്ച്, മാമനെ ക്ഷണിച്ച്, അച്ഛമ്മേനെയും അച്ചാച്ചനെ എല്ലാവരും ക്ഷണിച്ച്, കല്യാണമൊക്കെ ക്ഷണിച്ച് ഞങ്ങൾ പോകും. ആമിക്കുട്ടിയുടെ മാമന്റെ അച്ഛനാണ്, അമ്മയുടെ അച്ഛനാണ് കേട്ടോ. ആളും പോലീസിലായിരുന്നു ജോലി. ആളുടെ മോനും പോലീസിലാണ് വർക്ക് ചെയ്യണേ. സാറാകൂട്ടാ നമ്മളെ ഏത് സ്റ്റേഷനിലായിരുന്നു? ആയിരുന്നു. നല്ല അടിപൊളി സെറ്റാണ് അവിടെയൊക്കെ. സൂപ്പർ ആയിട്ടുണ്ട്. ആമിക്കുട്ടി നല്ല സുന്ദരമായ വീടാണ് ആമിക്കുട്ടി. എന്തൊരു കൊട്ടാറാ നോക്കി. ആമിക്കുട്ടി ചിരിക്കണൊക്കെ പനിയാണ്, ചുമക്കണ്. ഞങ്ങള് ആമിക്കുട്ടിയുടെ വീട്ടില് ജിതിമാമന്നല്ലേ വിളിക്കണേ. എന്റെ മോനെ വിളിക്കുന്നത് ജിതിമാമന്നാണ്. ജിതിമാമന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നെന്താണ് കണ്ടോ. ഞാൻ ആമിക്കുട്ടി നിൽക്കണോക്കി സൂപ്പർ അല്ലേ നോക്കി. നല്ല അടിപൊളിയായിട്ട് ഇത് മോളിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഞങ്ങള് സുട്ടപ്പന് ഞാനും കൂടി ആമിക്കുട്ടിയുടെ മോളിത്തെ വീടിന്റെ നിലയൊക്കെ കാണട്ടെ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയും സുട്ടപ്പനും സുട്ടപ്പന്റെ അച്ഛനും അമ്മച്ചിയും ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ആമിക്കുട്ടിയുടെ സുട്ടപ്പന്റെയും അച്ഛനും എന്തൊരു ജോലി അറിയോ? ലോക്കോ പൈലറ്റ് ട്രെയിനൊക്കെ പോലെ സൗകര്യം. ടിക്കറ്റ് ഒക്കെ ഇടാൻ നല്ല എളുപ്പമാണ് അല്ലേ ആമിക്കുട്ടി? ആമിക്കുട്ടിയും ഹോം ടൂറാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ നല്ല സുഖം, നല്ല കാറ്റ്, കുളിർക്കാറ്റ് കിട്ടും ഒരു കണ്ട. ഏറ്റവും സിറ്റ് ഔട്ടാണ് കേട്ടോ രണ്ടാം നിലയുടെ. കുറെ ചെട്ടുമല്ലി, ഇത് നമ്മുടെ പഞ്ചായത്തിലൊക്കെ കൊടുക്കണ ഹൈബ്രിഡ് ചെട്ടുമല്ലിയാണ്. ഓണത്തിന്റെ വിളവെടുപ്പിനുള്ളതാണ്. ഇവര് ഗ്രോ ബാഗിൽ വെച്ചേക്കാണ്. പക്ഷെ ഇത് എളുപ്പില്ലേ, ഇതില്ലേ കിള്ളി കളയുന്നതായിരുന്നു ചെറുതായിരിക്കുമ്പോ. ഒന്നും ചെയ്യണ്ട. കുറച്ച് ചെടികളൊക്കെ ഇവിടെ വളർത്തണം. അങ്ങനെ ഇതേക്കണ്ടോ, ഇതിലൊക്കെ 10 മണിച്ചെടികളാണ് കേട്ടോ. 10 മണിച്ചെടി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആമിക്കുട്ടിയുടെ വീട് ഫുള്ളും കണ്ടില്ലേ? സൂപ്പർ വീടാണ് കേട്ടോ ആമിക്കുട്ടി സുട്ടപ്പൻ്റെയും. പറഞ്ഞു ജിതി മാമന്
ഒരു കിസ് കൊടുത്തേ കൊച്ചു. ഫോളോവേഴ്സിന് എല്ലാവർക്കും കൊടുത്തേ. ഞങ്ങള് ആമിക്കുട്ടിയുടെ വീട്ടില് ഇതേ ഫുഡ് കഴിക്കണം കേട്ടോ. അൽഫാമാണ്, അൽഫാം ചിക്കൻ. ഇതാണ് സുകുമാരൻ, ഇതാണ് അനന്ത്കുമാർ, ഇതാണ് സൂപ്പർമാൻ ടീ. അടുത്ത സൂപ്പർമാൻ. ആമിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോവാണ്. 10 മണിയായി. 10 മണി ആയിട്ടില്ല, 9:30 ആണ്. ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് അൽഫാമൊക്കെ കഴിച്ച് ഞങ്ങള് അങ്ങനെ അൽഫാം മന്തി കേട്ടോ. സുട്ടപ്പൻ അത് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. കഴിച്ച് ഞങ്ങൾ പോവാണ്. ആമിക്കുട്ടി പോട്ടെ. പോണ് കേട്ടോ. അപ്പൊ എല്ലാവരും ആമിക്കുട്ടി ഒരു ഉമ്മ തന്നെ. ഫോളോവേഴ്സിനൊക്കെ എല്ലാവർക്കും ഒരു സുട്ടപ്പ പറഞ്ഞ് എല്ലാ ഫോളോവേഴ്സിനും ഞങ്ങൾ പോകണം കേട്ടോ. ആമിക്കുട്ടി ടാറ്റന്ന് ടാറ്റാ. ഇതൊക്കെ അടുത്ത വീഡിയോയില് ആമിക്കുട്ടിയൊക്കെ ആയിട്ട് ഒരു കല്യാണത്തിന് ഞങ്ങൾ പോണതും വരണതൊക്കെ കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.